ഹലോ, ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ. അട്ടപ്പാടിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഞങ്ങളുടെ സ്വന്തം ഓട്ടോയിലാണ് പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ടുപോകുന്ന ഓരോ കാഴ്ചകളും നമുക്ക് ആ മലയുടെ മുകളിൽ ചെന്നാൽ ഒരുമിച്ച് കാണാൻ കഴിയും. അത്രയ്ക്ക് ഉയരത്തിലാണ് ആ മല നിൽക്കുന്നത്. അതാണ് കണ്ടിയൂർ മല, അതായത് കാട്ടിമല. അങ്ങനെയൊരു പേര് ആ മലയ്ക്കുണ്ട്. കോട ഇറങ്ങിയിട്ടുണ്ടോയെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ക്ലാരിറ്റി വളരെ കുറവായിരിക്കും. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞിട്ടുണ്ട്, വൈകുന്നേരം. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന്. ഇത് ജെല്ലിപ്പാറ ടൗണാണ്. ഈ ഏരിയയൊക്കെ മലമുകളിൽ നിന്ന് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. 2021 വരെ മണ്ണാർക്കാട് താലൂക്കിലെ ഒരു ഭാഗമായിരുന്ന അട്ടപ്പാടി 2021 ഫെബ്രുവരിയിലാണ് അട്ടപ്പാടി താലൂക്കാകുന്നത്. ജെല്ലിപ്പാറ എന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ട്രക്കിങ്ങിന് പോകാൻ പറ്റിയ റൂട്ടിലൂടെയാണ് നമ്മൾ മലയിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് 10 മിനിറ്റേ ഉള്ളൂ ആ മലയിലേക്കുള്ള വഴിയിലേക്കെത്താൻ. അങ്ങ് മുക്കാലി മുതൽ ഇങ്ങ് അഗളി വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഈ ഒരു മലയിൽ നിന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും വലിയ വ്യൂ പോയിന്റ് മല്ലീശ്വരമുടിയാണ്. അവിടേക്ക് പോകാൻ തൽക്കാലം നമുക്കൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ്. അട്ടപ്പാടിയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും, അതായത് പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലേക്കൊക്കെ കുടിയേറി പാർത്തവരാണ് കൂടുതലും. കോട്ടയം അങ്ങനെയുള്ള ജില്ലകളിൽ നിന്നെല്ലാം കുടിയേറി വന്നവരാണ് ഇവിടെയുള്ളവരിൽ മിക്കവരും. ഇപ്പോൾ ഭൂരിഭാഗം പേരും ഇതെല്ലാം വിറ്റൊഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നവരുമുണ്ട്. ഇതാണ് ജെല്ലിപ്പാറയിലെ ഓർത്തഡോക്സ് ചർച്ച്, സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് ജെല്ലിപ്പാറ. ഈ പള്ളിയുടെ മുറ്റത്തിരുന്ന് ഞങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന മലയാണ് കണ്ടിയൂർ മല. ആ മലയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നീലഗിരി മലനിരകൾക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന ഭവാനി നദിയുടെ തലപ്പത്തുള്ള വിശാലമായ പർവ്വത താഴ്വരയാണ് അട്ടപ്പാടി. ഒത്തിരി കാട്ടുചെടികളും ഔഷധ സസ്യങ്ങളും ഉള്ള ആ മലയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇതാണ് കണ്ടിയൂർ ടൗൺ. ഈ കോൺക്രീറ്റ് റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ആ മലയുടെ താഴെ വണ്ടി നിർത്തി മലയിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് നടക്കുകയാണ്. ഈ വഴിയിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ബെസ്റ്റ് വഴിയാണ് കേട്ടോ. കുത്തനെയുള്ള വഴിയാണ്. ചെറുതായിട്ട് സ്റ്റെപ്പൊക്കെ വെട്ടി വിട്ടിട്ടുണ്ട്. ഇനി മുമ്പോട്ട് ചെറിയൊരു നടപ്പാത കാണാമെന്നേ ഉള്ളൂ. കാട്ടുചെടികൾ നിറഞ്ഞു നിൽക്കുകയാണ്.
ഇവിടെയൊന്നും ഒട്ടും വഴി കാണുന്നില്ല കേട്ടോ. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ കാട്ടുചെടികൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഫോറസ്റ്റിന്റെ ജഡ ഇവിടെ കാണാം. ഒത്തിരി കാട്ടുപൂക്കളുണ്ട് കേട്ടോ ഇവിടെ. കുഞ്ഞിനെ തലയിലിരുത്തി നടന്നു പോവുകയാണ് മെല്ലെ. ചേട്ടായി ഒരു 10-12 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഇങ്ങനെ വഴിയൊന്നും ഇല്ലായിരുന്നു. അവര് ഇതിലിങ്ങനെ വെട്ടിത്തെളിച്ചാണ് വന്നത്. അന്ന് പാക്കുളത്തു നിന്നൊക്കെ, പാക്കുളം എന്ന സ്ഥലത്ത് നിന്ന് ഒറ്റ റോഡ്, അതായത് ഒറ്റ വഴി മാത്രമേ ഈ ഭാഗങ്ങളിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഈ വഴികളെല്ലാം, ഈ റോഡുകളെല്ലാം പണിഞ്ഞത്. ചെറുതായി കോട ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയുള്ള ഈ മുളകളെല്ലാം അഹാർട്സ് നിർമ്മിച്ചിരിക്കുന്നതാണ്. മൊത്തം മരങ്ങളാണ്. അതിൻ്റെ ഇടയിലൂടെ ഒത്തിരി മലനിരകളും നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു അന്തരീക്ഷമാണ്. ഓക്സിജൻ ധാരാളം ലഭിക്കുന്ന സ്ഥലം. കുഞ്ഞും മെല്ലെ നടന്നു തുടങ്ങി. ഏതാ, വൈറ്റ് കളറിലോ? ആ ആ ആ അപ്പുറത്തെ മലയിലേക്ക് പോകുമ്പോഴാണ് ജെല്ലിപ്പാറയും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ മെല്ലെ അങ്ങോട്ട് നടന്നു. നമ്മൾ ആ മലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ജെല്ലിപ്പാറ ചർച്ച്. നമ്മൾ നേരത്തെ താഴെ നിന്ന് കണ്ട നമ്മുടെ ഓർത്തഡോക്സ് ചർച്ച്. അത് ജെല്ലിപ്പാറ ടൗൺ ആണ്. അതിൻ്റെ പുറകിലേക്ക് കാണുന്നത് ജെല്ലിപ്പാറ സ്കൂളാണ്. താഴെ മുണ്ടമ്പാറ, പിന്നെ കാണുന്നത് മുണ്ടമ്പാറ. ഇത് മുണ്ടമ്പാറ ഏരിയ ആണ്. പിന്നെ ഒമ്മല, കള്ളമല, പിന്നെ അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് മുഴുവൻ കള്ളമല ഭാഗങ്ങളാണ്. ഇനി ഈ മലയുടെ അപ്പുറത്തെ വശം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നടക്കുകയാണ്. ഇത്രയും കയറി വന്ന കയറ്റങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ നമ്മളൊരു ഇറക്കത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം കിട്ടും. കാരണം ഇത്രയും കയറ്റങ്ങൾ കയറി 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 വന്നു കഴിഞ്ഞ് നല്ല കാറ്റ് കൊണ്ടിരിക്കുമ്പോൾ ഒരു സമാധാനം. നമ്മളിപ്പോൾ ഈ പാറപ്പുറത്തേക്ക് പോയി ഇരിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്നാലാണ് എല്ലാ വ്യൂസും, അതായത് എല്ലാ ഏരിയയും നമുക്ക് ക്ലിയറായി കാണാൻ കഴിയുന്നത്. ജെല്ലിപ്പാറ മുതൽ അങ്ങ് കള്ളമല വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഈ ഒരു പാറപ്പുറത്ത് നിന്നാൽ നമുക്ക് കാണാൻ കഴിയും. എവിടെ?
അടുത്തത് നമ്മൾ മണ്ണാർക്കാട് ചുരത്തിൽ നിന്ന് നേരെ കയറുമ്പോൾ നമ്മൾ കാണുന്ന കൂറ്റൻ പാറയാണത്. ഇവിടെ മുഴുവൻ കാട്ടുപൂക്കളാണ് കേട്ടോ. ഇഷ്ടം പോലെ കാട്ടുചെടികളുണ്ട്. ഓരോ രീതിയിലും ഓരോ നിറത്തിലുമുള്ള കാട്ടുചെടികളാണ് ഇവിടെ നിറച്ച്. ഞങ്ങളിനി മെല്ലെ മലയിറങ്ങുകയാണ്. അതിനിടയിൽ ദാഹിച്ചപ്പോൾ കുറച്ച് വെള്ളവും എടുത്തു കുടിച്ചു. നല്ല തെളിഞ്ഞ വെള്ളം. അട്ടപ്പാടിയുടെ അധികം ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ വീണ്ടും ഞങ്ങൾ പോവുകയാണ്. അട്ടപ്പാടിയുടെ കൂടുതൽ ചരിത്രവും വിശേഷവും അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.